ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രഭാവതി അരുന്ധതിയും കൂട്ടി വീട്ടിലെത്തുന്നു. അരുന്ധതിയുടെ ക്ഷീണം പൂർണ്ണമായിട്ട് മാറിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭ അരുന്ധതിക്ക് വേണ്ടി കോഫി ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് പോകുന്നു. അരുന്ധതിക്കാണെങ്കിൽ ഋഷിയെ എങ്ങാനും പ്രഭ കാണുമോ എന്നുള്ളൊരു പേടിയാണ്. കോഫി ഇടാനായിട്ട് പ്രഭ പോയ തക്കം നോക്കി അരുന്ധതി ഋഷിയെ വിളിക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ അമ്മ വിളിക്കുന്നുള്ള കാര്യം അയാൾ അറിയുന്നില്ല. പ്രഭ കാണാതെ അരുന്ധതി മുകളിലേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അതും നടക്കുന്നില്ല. ഇതേ സമയം നന്ദുവിനെ കാണാനില്ല എന്ന് ദേവികയിൽ നിന്നറിയുന്ന ശാരിക, ഇതാ ഞാൻ മുമ്പ് ചേച്ചിയോട് ചോദിച്ചത്, ഒരു MLA ആയിട്ട് പോലും സ്വന്തം ഭർത്താവ് എവിടെയുണ്ടെന്ന് പോലും കണ്ടെത്താൻ ചേച്ചിക്ക് കഴിയുന്നില്ല. ഏതായാലും നന്ദേട്ടൻ എവിടെയുണ്ടെന്ന് ഞാൻ എൻ്റേതായ രീതിയിൽ അന്വേഷിച്ച് നോക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. മന്ത്രി രാധാകൃഷ്ണനാണെങ്കിൽ ഫയല് കാണാത്തതിൻ്റെ പേരിൽ ദേവികയെ തന്നെ കുറ്റപ്പെടുത്തുന്നു. ഭർത്താവിനെ നാട് വിടാൻ വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു എന്നും എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണെന്നെല്ലാം പറയുമ്പോൾ മന്ത്രിക്ക് ചുട്ട മറുപടി ദേവികയും കൊടുക്കുന്നുണ്ട്. ഏതായാലും 5 ദിവസത്തിനകം ഫയലിൻ്റെ മേശപ്പുറത്ത് ഉണ്ടാവണമെന്ന് അയാൾ കർശനമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ഐസക്ക് വിളിച്ചിട്ട് ദേവിക എനിക്ക് തന്നതുപോലെ ഒരു പരാതി SP-ക്കും കമ്മീഷണർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നും നന്ദനെ പൂട്ടുക എന്നതാണ് ദേവികയുടെ ലക്ഷ്യം, അതുകൊണ്ട് കരുതലോടെ മുന്നോട്ട് പോകണം എന്നെല്ലാം പറയുന്നുണ്ട്. ഇതേ സമയം ഋഷി ഉണർന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. പ്രഭയാണെങ്കിൽ താൻ ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം അരുന്ധതിയോട് പറയുന്നുണ്ട്. എൻ്റെ മകന് വേണ്ടി മരുമകളുടെ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരുന്നുണ്ടെന്നും ചന്ദ്രോത്ത് അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരമ്മയ്ക്കും ഇങ്ങനൊരു ഗതി വരില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നെല്ലാം പ്രഭ പറയുന്നുണ്ട് അരുന്ധതിയോട്. അപ്പോൾ ഇതേ സമയം ഋഷി സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് അരുന്ധതി കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അരുന്ധതി. അപ്പോൾ ഇത് കാണുന്ന പ്രഭയാണെങ്കിൽ ആരാ ഇവിടെ എന്നൊക്കെ അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്. ഋഷിയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പ്രഭയെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രഭ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും പ്രഭയുടെ കണ്ണിൽ പെടാതെ ഋഷി അവിടെ ഒളിഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ അരുന്ധതിക്ക് എങ്ങനെയുണ്ട്? എൻ്റെ പ്രശ്നങ്ങൾ കേട്ട് അരുന്ധതിക്കും വല്ലാതെ ബോറടിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് കഴിയരുതെന്നും എന്തെങ്കിലും ആവശ്യം വന്നാൽ സഹായത്തിന് ആരുണ്ട്, എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മടിക്കരുത്, ഇപ്പോഴും ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ പ്രഭ. പ്രഭയെ അരുന്ധതി കാണുന്നതും ഋഷിക്കാണെങ്കിൽ രക്തം തിളച്ച് പോവാണ്. അവരെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു പകയാണ് കേട്ടോ ഋഷിക്ക് തോന്നുന്നത്. ഏതായാലും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും പ്രഭ പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി പ്രഭയെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ശേഷം നിന്നെ പ്രഭ കാണാത്തത് നമ്മുടെ ഭാഗ്യമാണെന്നും ഇല്ലെങ്കിൽ നമ്മുടെ കള്ളത്തരെല്ലാം ഇപ്പോൾ പൊളിഞ്ഞേനെയെന്നും അരുന്ധതി ഋഷിയോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് നന്ദൻ ഇസബെല്ലയോടൊപ്പമാണ് എന്ന് കെവിനിൽ നിന്നും സൂത്രത്തിൽ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് ശാരിക. തുടർന്ന് നന്ദേട്ടൻ ഇസബെല്ലയോടൊപ്പമാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം ശാരിക ദേവികയെ അറിയിക്കുന്നു. അപ്പോൾ അത് കേട്ട് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ദേവികയ്ക്ക്. തുടർന്ന് ഇസബെല്ലയെ ഫോണിൽ വിളിച്ചിട്ട് നന്ദുവിന് ഫോൺ കൊടുക്കാനായിട്ട് ദേവിക പറയുമ്പോൾ നന്ദൻ എൻ്റെ കൂടെ ഇല്ല എന്ന് ഇസബെല്ല കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദു ഇസബെല്ലയുടെ കൂടെയുണ്ടെന്ന് എല്ലാ തെളിവുകളും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ദേവിക പറയുന്നതും വേറെ വഴിയില്ലാതെ നന്ദൻ ദേവികയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു എവിടെ പോയി ഒളിച്ചിരുന്നാലും നന്ദുവിനെ ഞാൻ കണ്ടെത്തുമെന്നും സ്വന്തം ഭാര്യയാണെന്ന് സോഷ്യൽ മീഡിയയിൽ വന്നതെല്ലാം സത്യമായിരുന്ന കാര്യങ്ങളാണ് അല്ലേ, സ്വന്തം ഭാര്യയെ ചതിച്ച ഭർത്താവാണ് നിങ്ങൾ, ഇനി ഈ ദേവികയുടെ ജീവിതത്തിൽ നന്ദുവിന് സ്ഥാനമില്ല എന്നുള്ള തൻ്റെ ഞെട്ടിക്കുന്ന തീരുമാനം ദേവിക നന്ദുവിനോട് തുറന്നടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവികയുടെ തീരുമാനം കേട്ട് നന്ദുവാണെങ്കിൽ ഞെട്ടലോടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്